കേരളത്തിലെ സഹ്യാദ്രിയുടെ സമൃദ്ധമായ ആലിംഗനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വാണിജ്യ നഗരമാണ് കട്ടപ്പന. കട്ടപ്പന മേഖലയിലെ കുടിയേറ്റ ചരിത്രം ആരംഭിക്കുന്നത് 1940കളിലാണ്. കട്ടപ്പനയിലെ പ്രതികൂല കാലാവസ്ഥയോടും വന്യജീവികളോടും മല്ലടിച്ച് കുടിയേറ്റ കർഷകർ അതിജീവനത്തിൻ്റെ പുതിയ പാതകൾ വെട്ടിത്തെളിച്ചു. ഈശ്വരാരാധനയ്ക്കായി ഒരു ക്ഷേത്രം വേണമെന്നത് അക്കാലത്ത് കട്ടപ്പന മേഖലയിലെ ഹൈന്ദവ ജനവിഭാഗത്തിൻ്റെ ആഗ്രഹമായിരുന്നു. ഈ വലിയ സ്വപ്ന സാക്ഷാത്കാരത്തിന് കാരണക്കാരനായത് തോണിത്തടി വാസു എന്ന് വിളിക്കുന്ന AK വാസു ആറകണ്ടത്തിൽ എന്ന മഹത് വ്യക്തിയാണ്. ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന 2 ഏക്കറോളം ഭൂമി അദ്ദേഹം വെട്ടിപ്പിടിച്ചതായിരുന്നു. കടുത്ത അയ്യപ്പ വിശ്വാസിയായിരുന്നു അദ്ദേഹം. നിലവിൽ കട്ടപ്പന ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നെൽക്കറ്റകൾ കൊയ്തു മെതിക്കുന്ന കൊയ്ത്താല എന്ന് വിളിക്കുന്ന ഒരു കറ്റക്കളം ഉണ്ടായിരുന്നു. കുളി കഴിഞ്ഞ് ഒരു വൈകുന്നേരം കൊയ്ത്താലയിലേക്ക് ചെന്ന തോണിത്തടി വാസു ആ കാഴ്ച കണ്ടൊന്ന് ഭയന്നു. റാന്നൽ വിളക്കിൻ്റെ വെളിച്ചത്തിൽ ഒറ്റയാൻ്റെ കണ്ണിലെ കലി അദ്ദേഹത്തിന് കാണാമായിരുന്നു. മനസ്സിൽ അയ്യപ്പൻ എപ്പോഴും ഉള്ളതിനാൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം കൊയ്ത്താലയുടെ അകത്തേക്ക് പ്രവേശിച്ചു. വീണ്ടും ശരണം വിളിച്ചുകൊണ്ട് എങ്ങനെയോ ഉത്തരത്തിൽ പിടിച്ച് മുകളിലേക്ക് കയറി. പിന്നാലെ വന്ന ഒറ്റയാൻ തുമ്പിക്കൈ ഉയർത്തി തോണിത്തടി വാസുവിന് നേരെ ചിഹ്നം വിളിച്ചു. ആനയുടെ ചിഹ്നം വിളി കേട്ട് പരിസരത്തുണ്ടായിരുന്ന ആളുകൾ എന്തോ അപകടം സംഭവിച്ചെന്നാണ് കരുതിയത്. എന്നാൽ അത്ഭുതമെന്നോണം സംഭവിച്ചത് മറ്റൊന്നാണ്. വാസുവിനെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് നീങ്ങിയ ഒറ്റയാൻ ചിഹ്നം വിളിച്ച ശേഷം പുറകോട്ട് നടന്ന് പിന്തിരിഞ്ഞു പോയി. ആ ഒറ്റയാനെ പിന്നീടാരും ആ പ്രദേശത്ത് കണ്ടിട്ടില്ല. പിറ്റേ ദിവസം തോണിത്തടി വാസു കറ്റക്കളത്തിൽ അയ്യപ്പൻ്റെ ഒരു ഫോട്ടോ വെച്ച് വിളക്ക് കത്തിച്ച് ശരണം വിളിച്ചു. ഇപ്പോഴത്തെ അമ്പലക്കവല പ്രദേശത്ത് കാട്ടാനകളുടെയും മറ്റ് വന്യമൃഗങ്ങളുടെയും നിരന്തര ശല്യം കൃഷിക്കാരെ വലച്ചിരുന്നു. ഈ അവസരത്തിൽ കറ്റക്കളത്തിലെ അയ്യപ്പ ഫോട്ടോയുടെ മുമ്പിലെത്തി വിളക്ക് തെളിയിച്ച് ജനങ്ങൾ കൂട്ടമായി ശരണം വിളിക്കുന്നത് പതിവാക്കി. താമസിയാതെ വന്യമൃഗങ്ങളുടെ ശല്യം പ്രദേശത്തു നിന്നും ഒഴിവായി. പിറ്റേ വർഷം ശബരിമലയ്ക്ക് പോയ തോണിത്തടി വാസു അവിടെ നിന്ന് വാങ്ങിയ അയ്യപ്പൻ്റെ ഒരു വിഗ്രഹം കൊണ്ടുവരികയും ആ പ്രദേശത്തെ ജനങ്ങളെ കൂട്ടി വിഗ്രഹം അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ജനങ്ങളുടെ കൂട്ടായ പരിശ്രമത്തിൽ ക്ഷേത്രം നിർമ്മിച്ച് ക്ഷേത്രാരാധന തുടങ്ങി. ഈറ്റയും പുല്ലും ഉപയോഗിച്ചായിരുന്നു ആദ്യത്തെ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം. അന്നത്തെ കാലത്ത് ഉത്സവ എഴുന്നള്ളിപ്പിന് 3 ആനകൾ വരെ ഉണ്ടായിരുന്നുവെന്ന് പഴമക്കാർ പറയുന്നു. അയ്യപ്പൻ കോവിൽ അമ്പലത്തിൽ നിന്നും ഉത്സവത്തിന് തിടമ്പ് കൊണ്ടുവന്നത് തോണിത്തടി വാസുവിൻ്റെയും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ചാളനാട്ട് രാഘവൻ്റെയും നേതൃത്വത്തിലായിരുന്നു. പിന്നീട് ക്ഷേത്രത്തിനോട് ചേർന്ന് കുട്ടികൾക്ക് പഠിക്കാൻ കളരിയും ഇവർ മുൻകൈ എടുത്ത് സ്ഥാപിച്ചു. 1955-62 കാലഘട്ടത്തിൽ കട്ടപ്പന സെൻറ് ജോർജ് ഇടവക പള്ളി വികാരിയായിരുന്ന ഫാദർ അലക്സാണ്ടർ വയലങ്കലുമായി ഇവർ നല്ല ബന്ധം പുലർത്തിയിരുന്നു. ചരിത്രത്തിൻ്റെ ഏടുകൾ പരതുമ്പോൾ ഇപ്പോഴത്തെ സെൻറ് ജോർജ് LP സ്കൂളായി രൂപാന്തരപ്പെട്ട
കുന്തളംപാറ LP സ്കൂളിന് അനുമതി ലഭിക്കാൻ അമ്പലക്കവലയിലെ ക്ഷേത്രക്കളരിയും ക്ഷേത്രത്തോട് അനുബന്ധമായി സ്ഥാപിച്ച സ്കൂളും മുഖ്യ കാരണമായിട്ടുണ്ട്. ധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹത്താൽ ക്രമേണ നാടിൻ്റെ പുരോഗതിക്കനുസരിച്ച് ക്ഷേത്രത്തിൻ്റെ രൂപത്തിലും മാറ്റങ്ങൾ വരുത്തി. കട്ടപ്പന കേന്ദ്രീകരിച്ച് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ ഒരു ശാഖ രൂപം കൊണ്ടതും കട്ടപ്പന ശ്രീ ധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് ഈ പ്രദേശത്തെ ശ്രീനാരായണീയർ പറയുന്നു. 1955 ജനുവരി 30 ചങ്ങനാശ്ശേരി SNDP യൂണിയനിൽ ഉൾപ്പെടുത്തി കട്ടപ്പന 1236 നമ്പർ ശാഖായോഗം രജിസ്റ്റർ ചെയ്തു. ഡോക്ടർ I. കരുണാകരനായിരുന്നു കട്ടപ്പന ശാഖായോഗത്തിൻ്റെ ഉദ്ഘാടനം ഔദ്യോഗികമായി നിർവഹിച്ചത്. ഏകദേശം 10 വർഷങ്ങൾക്ക് ശേഷം കട്ടപ്പന ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം SNDP ഏറ്റെടുത്തു. ആദരണീയരായ കൊല്ലപ്പള്ളി ശാന്തികൾ, ഗോപാലൻ ശാന്തികൾ, ദാസ് ശാന്തികൾ, മറ്റ് കാരണവന്മാരും ഭക്തജനങ്ങളും ചേർന്ന് ക്ഷേത്രത്തിൽ നിത്യപൂജയും ഉത്സവാദി കാര്യങ്ങളും ആരംഭിച്ചു. നിരവധി ഭക്തജനങ്ങൾ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെയെത്തി ഭഗവാനെ പ്രാർത്ഥിച്ച് അനുഗ്രഹ കൃപാകടാക്ഷങ്ങൾ ഏറ്റുവാങ്ങി തുടങ്ങി. ക്ഷേത്രത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ അവിസ്മരണീയമായ സേവനങ്ങളാണ് ഓരോ കാലഘട്ടത്തിലും ഇരുന്ന ഭരണസമിതിയിലെ അംഗങ്ങൾ നടത്തിയത്. 2008 അഡ്വക്കേറ്റ് PR മുരളീധരൻ ചെയർമാനും ക്ഷേത്രം പ്രസിഡന്റ് റെജി കൊട്ടക്കട്ട് കൺവീനറായും സെക്രട്ടറി സഹീന്ദ്രൻ പൂവാങ്കൽ ട്രഷററായും ഉള്ള ഒരു ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി രൂപീകരിക്കുകയും ഇവർ ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. പിന്നീട് സെക്രട്ടറിയുടെ ചുമതല N. സാബു അരക്കൽ ഏറ്റെടുത്തു. ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായതിനു ശേഷം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ നേതൃത്വത്തിൽ സമർപ്പണ ചടങ്ങ് നടന്നു. 1950-51 കാലഘട്ടത്തിൽ ആറുകണ്ടം വാസുച്ചേട്ടൻ എന്ന് പറയുന്ന വ്യക്തി ഈ ഹൈറേഞ്ച് നിവാസികൾക്ക് ഒരു ആരാധനാ കേന്ദ്രവും ഒരു സ്കൂളും ആവശ്യമാണെന്ന് തോന്നിയത് കൊണ്ട് ഇവിടെ കയ്യേറ്റം നടന്നുകൊണ്ടിരുന്ന കാലഘട്ടത്ത് ഇവിടെ വളഞ്ഞ ഒരു 2.5 ഏക്കർ സ്ഥലം ക്ഷേത്രത്തിനും സ്കൂളിനും വേണ്ടി നീക്കിയിടുകയും ഈ പ്രദേശവാസികളൊക്കെ അന്ന് ക്ഷേത്രം ആരംഭിച്ചില്ല എങ്കിൽ പോലും ഇവിടെ കറ്റ മെതിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഈ പ്രദേശത്തൊക്കെ എല്ലാം നെൽകൃഷികളായിരുന്നു. ആ നെൽകൃഷിയൊക്കെ കൊയ്ത് കറ്റകളൊക്കെ അടുക്കി വെച്ച സമയത്ത് ഇവിടെ ഒരു ആന വരികയും പേടിച്ച് വരണ്ട സ്വാമിയെ ശരണമയ്യപ്പ, സ്വാമി കാത്തുരക്ഷിക്കണേ എന്ന് പറയുകയും അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ആന പോവുകയും ചെയ്തപ്പോൾ അന്ന് മുതൽ ഒരു ചെറിയ ഒരു കുടിൽ കെട്ടി ഒരു ഫോട്ടോ വെച്ച് ആരാധന ഒക്കെ ആരംഭിച്ച് ഇന്ന് ഈ നിലയിലേക്ക് 6 കരകളിൽ നിന്നുള്ള ഘോഷയാത്രയും മറ്റ് സംവിധാനങ്ങളുമായി ക്ഷേത്രം ഇന്ന് വളർന്ന് ഹൈറേഞ്ചിൻ്റെ മഹാചൈതന്യമായി ക്ഷേത്രവിശ്വാസികളുടെ ഒരു സംഗമ സ്ഥാനമായി ഇന്ന് കട്ടപ്പന ശ്രീധർമ്മശാസ്താ ക്ഷേത്രം മാറിയിരിക്കുന്നു. 2001 എൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ജീർണാവസ്ഥയിൽ ആയിരുന്ന ഈ ക്ഷേത്രം പുനരുദ്ധരിക്കണമെന്ന പൊതുയോഗത്തിൻ്റെ ആവശ്യപ്രകാരം വിപുലമായ ഒരു കമ്മിറ്റി എടുത്തുകൊണ്ട് നിരവധി എല്ലാ ക്ഷേത്രവിശ്വാസികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു കമ്മിറ്റി എടുക്കുകയും ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2003 ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും 2008 ക്ഷേത്രം പുനരുദ്ധരിച്ച് ഈ നിലയിൽ ആകുകയും ചെയ്തിട്ടുള്ളതാണ്. പഞ്ചലോഹ വിഗ്രഹത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ചൈതന്യം തുളുമ്പി അനുഗ്രഹവർഷം ചൊരിയുന്ന ഭഗവാന്റെ തിരുമുമ്പിൽ ഇന്ന് പല ദേശങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ ആരാധനയ്ക്കായി എത്തിച്ചേരുന്നുണ്ട്. നാടിനെ നന്മയിലേക്കും പുരോഗതിയിലേക്കും നയിച്ച് മാനവ സാഹോദര്യത്തിൻ്റെയും സമഭാവനയുടെയും ധർമ്മത്തിൻ്റെയും സന്ദേശങ്ങൾ പ്രസരിപ്പിച്ചുകൊണ്ട് ക്ഷേത്രം നിലകൊള്ളുന്നു. കിഴക്ക് ദർശനമായി ശ്രീകോവിലും കൊടിമരവും നിലകൊള്ളുന്നു.
ഉപദേവതകളായ ഗണപതിയും സുബ്രഹ്മണ്യനും ജയദുർഗയും ശ്രീ മഹാദേവനും വടക്കുപുറത്ത് ഭദ്രകാളി മഹേശ്വരിയും ഉൾപ്പെടുന്ന ഈ ക്ഷേത്ര സമുച്ചയത്തോടൊപ്പം ശ്രീനാരായണ ഗുരുദേവന്റെ ചൈതന്യത്തെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രവും ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു. കുംഭമാസത്തിലെ ഉത്രം തിരുനാളിലാണ് ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ഉത്സവം. മുൻകാലത്ത് ഈ പ്രദേശത്തു നിന്നും ആയിരക്കണക്കിന് ആളുകളാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി താമസമാക്കിയിട്ടുള്ളത്. അവരെല്ലാം തിരികെ സ്വന്തം തറവാട്ടിലേക്ക് വരുന്നത് പോലെയാണ് ഉത്സവ നാളുകളിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. ഉത്സവ നാളുകളിൽ ദേവന്റെ ദിവ്യ ചൈതന്യം ക്ഷേത്രത്തിന് പുറത്തേക്കും പ്രവഹിക്കുന്നു എന്നതാണ് വിശ്വാസം. ജാതിമത ഭേദമന്യേ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സാന്നിധ്യ സഹായ സഹകരണങ്ങൾ ഭഗവാന്റെ തിരുവുത്സവത്തിന് ഉണ്ട് എന്നത് വലിയ പ്രത്യേകതയാണ്. അമ്പലക്കവല, മേട്ടുക്കുഴിക്കര, പാറക്കടവ് കര, കുന്നളാമ്പാറക്കര, വള്ളക്കടവ്, 20 ഏക്കർ, നരിയമ്പാറക്കര, വലിയകണ്ടം, വെള്ളയാങ്കുടിക്കര എന്നിങ്ങനെ 5 കരകളുടെ സംയുക്ത മഹാഘോഷയാത്ര വൻ ജനപങ്കാളിത്തത്തോടെയാണ് നടക്കുന്നത്. മാത്രമല്ല, ഉത്സവ സമാപന ദിവസത്തിൽ ക്ഷേത്രത്തിന് 1 കിലോമീറ്റർ ദൂരെ ആറാട്ടുകടവിൽ നിന്നുള്ള ആറാട്ട് ഘോഷയാത്രയും തുടർന്ന് നടക്കുന്ന ആറാട്ട് സദ്യയും വലിയ ഭക്തജന തിരക്കോടെയാണ് ആഘോഷിക്കുന്നത്. ഈ ചടങ്ങുകളിൽ സംബന്ധിക്കുന്ന ഭക്തർ വരും തലമുറകൾക്ക് കരുതി വയ്ക്കാവുന്ന പുണ്യമാണ് നേടുന്നത് എന്നതാണ് വിശ്വാസം. ദേവപ്രശ്ന വിധിപ്രകാരം ക്ഷേത്രം സ്ഥാപിച്ച തോണിത്തടി വാസുവിൻ്റെ ആറുകണ്ടത്തിൽ കുടുംബത്തിനുള്ള ഊരാഴ്മ അവകാശവും ചടങ്ങുകളും ഇപ്പോഴും പിന്തുടർന്നു പോരുന്നു. എൻ്റെ പേര് ശശി, ആറുകണ്ടത്തിൽ വാസുവിൻ്റെ മകനാണ് ഞാൻ. ഇത് സ്നേഹലത, എൻ്റെ മൂത്ത പെങ്ങളാണ്. ഇത് രവി, എൻ്റെ ഇളയ അനിയനാണ്. എനിക്ക് ഈ ഊരായ്മ അവകാശം ഇപ്പോൾ ഞാനാണ്. എൻ്റെ മൂത്ത ചേട്ടനായിരുന്നു ഊരായ്മ അവകാശം. ദിനകരൻ ആയിരുന്നു ഇത് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാനാണ് ഊരായ്മ അവകാശം. ദേവപ്രശ്നം വെച്ച് നടത്തിയപ്പോൾ കൊടിയേറ്റ് മുതൽ ദേവൻ്റെ വിഗ്രഹം ഇറങ്ങുന്ന സമയം മുതൽ ആറാട്ട് വരെയും ഇപ്പോൾ ഞാൻ തന്നെയാണ്. ഇവിടെ സാന്നിധ്യം വേണമെന്ന് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതിൻ്റെ പേരിൽ ഞാൻ ഇവിടെ ആ സമയങ്ങളിൽ ഇവിടെയുണ്ട്. ഞാൻ ഊരായ്മ അവകാശ കുടുംബത്തിലെ ഇളയ അംഗമാണ്. എൻ്റെ നേരെ മൂത്ത ചേട്ടനാണ് ഇപ്പോൾ ഊരായ്മ അവകാശം കൊണ്ടു നടക്കുന്നത്. അതിൻ്റെ ആചാരക്രമങ്ങളും കാര്യങ്ങളും ചേട്ടൻ പറഞ്ഞു. ഇനി എല്ലാ കുടുംബാംഗങ്ങളും ഉത്സവം തുടങ്ങുമ്പോൾ മുതൽ തിരുനിടം വരെയും കാണണമെന്നാണ് ദേവപ്രശ്നത്തിൽ പറഞ്ഞിരിക്കുന്നത്. ക്ഷേത്രത്തിൽ സാധാരണ ഉത്സവങ്ങൾ നല്ല കേമമായിട്ടും അച്ഛൻ അങ്ങ് പാണ്ടി ചെന്ന് കമ്പത്തിൽ ചെന്ന് പാണ്ടിമേളമൊക്കെ കൊണ്ടുവന്നും അതുപോലെ കാവടിയൊക്കെ അച്ഛന് ഉണ്ടാക്കിയും പറവൂര് ചെന്ന് കാവടി കൊണ്ടുവന്നും എൻ്റെ അച്ഛൻ അങ്ങനെ ഉണ്ടാക്കിയും വീട്ടിലെ കലാകാരന്മാരും മേളക്കാരും ഒക്കെ വന്ന് അവിടെ കൊണ്ടുവന്ന് വീട്ടിൽ താമസിപ്പിച്ച് ഓരോ മേളം ഞങ്ങളെ കാണിച്ചിട്ട് അമ്പലത്തിലോട്ട് അച്ഛൻ കൊണ്ടുപോകുള്ളായിരുന്നു. ഒന്നിച്ച് കൂടെ അച്ഛൻ്റെ കൂടെ ഈ മേളത്തോടു കൂടി ഞങ്ങൾ പോയി ഘോഷയാത്ര, അങ്ങനെ എല്ലാ കാര്യങ്ങളും വീട്ടിൽ നിന്നായിരുന്നു. പിന്നെ ദേവിയെ പ്രതിഷ്ഠിച്ചപ്പം ദേവിയുടെ പ്രതിഷ്ഠ കൊണ്ടുവന്ന് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് ആ ദേവിയെ കൊണ്ടുപോയി അമ്പലത്തിൽ ഇരുത്താനായിട്ട് താലത്തോടു കൂടി എൻ്റെ അമ്മയും എല്ലാവരും താലവത്തോടു കൂടി അരിയും നെല്ലും താലവും പൂത്താലവും നെല്ലുതാലവും എല്ലാമായിട്ട് ഞങ്ങൾ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചതും എല്ലാം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അയ്യപ്പനെ ശരണം പ്രാപിച്ച ശനീശ്വരൻ വിധിക്കുന്ന ദോഷപരിഹാരാർത്ഥം നീരാഞ്ജന സമർപ്പണം നടത്തുന്നത് ഇവിടുത്തെ പ്രധാന വഴിപാടാണ്. ശ്രീധർമ്മശാസ്താവിൻ്റെ തിരുമുമ്പിൽ നീരാഞ്ജനം കത്തിച്ചുഴിഞ്ഞ് ശാസ്താവിൻ്റെ അസ്ത്രമന്ത്രം കൊണ്ട് ശാസ്താവിനെ ആരാധിക്കുമ്പോൾ നമ്മുടെ ശനിദോഷങ്ങളും മാറുമെന്നാണ് വിശ്വാസം. ദുഷ്ടശക്തികളായ
മഹിഷിയെയും മറവപ്പടയെയും നിഗ്രഹിച്ച് അഭയമുദ്രയിൽ അനുഗ്രഹം ചൊരിഞ്ഞു നിൽക്കുന്ന കാനനവാസന്റെ പ്രതിരൂപമാണ് കട്ടപ്പന ശ്രീധർമ്മശാസ്താവ്. പ്രഭാസ്വാത്വിക ഭാവത്തിൽ ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നു. സ്വാമിയേ ശരണയ്യപ്പ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദേവര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമ. കട്ടപ്പന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ മേൽശാന്തിയായിട്ട് ഇവിടെ സേവനം അനുഷ്ഠിക്കാൻ തുടങ്ങിയിട്ട് 21 വർഷക്കാലമായി. അതൊരു ഭഗവാന്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കണക്കുകൂട്ടുന്നത്. ഇവിടെ പ്രസിഡൻ്റായിട്ടുള്ള ചാൾനാട്ട് സന്തോഷിൻ്റെ നേതൃത്വത്തിൽ വഹിക്കുന്ന കമ്മിറ്റിയുടെ ഏറ്റവും നല്ല ഈ ക്ഷേത്രത്തോടുള്ള ഒരു ആഗമനം ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും ഒരു ഉന്നതമായിട്ട് വളർച്ചയ്ക്ക് കാരണമായി തീർന്നിട്ടുണ്ട്. അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞതാണ് എൻ്റെ ഒരു ഭാഗ്യം ആയിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നത്. ഇപ്പോൾ ഈ 21 വർഷക്കാലത്തിൽ ഇവിടെ വന്ന ഓരോ പൂജയിലും ഓരോ ദിവസങ്ങളും നമ്മൾ പൂജ നടത്തുമ്പോൾ നമുക്കറിയാൻ പറ്റും ആ ദേവൻ്റെ ചൈതന്യം. ആ ദേവൻ്റെ ചൈതന്യത്തോടുകൂടി ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്കുണ്ടാകുന്ന അനുഗ്രഹം, അവരുടെ കാര്യസാധ്യങ്ങൾ. ഒരുപാട് പേര് ഇപ്പം തമിഴ്നാട്ടിൽ നിന്നാണെങ്കിലും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഇവിടെ വന്ന് കാര്യങ്ങൾ സാധിച്ച ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ കഴിഞ്ഞ ദിവസം ഉത്സവത്തിൻ്റെ അന്ന് അന്നദാനം നടത്തിയത് ഒരു തമിഴ്നാട്ടുകാരാണ്. അവരുടെ വിവാഹമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് വന്ന് പ്രാർത്ഥിച്ച് ഉടൻ തന്നെ വിവാഹം നടത്തായിട്ട് അവർ തന്നെ ഇവിടെ വന്ന് പറയുകയുണ്ടായി. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ നടത്തി ഇവിടുന്ന് പോവുകയും ചെയ്തു. ഇവിടെ ധർമ്മശാസ്താവ് എന്ന് പറയുന്ന ഇവിടുത്തെ നമ്മുടെ ശാസ്താവ് ആ ധർമ്മസ്ഥൽ അധിഷ്ഠിതമാണ്. അപ്പോൾ അത് ശബരിമല ശാസ്ത്രവുമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ ഈ രണ്ട് അയ്യപ്പൻ്റെ സാന്നിധ്യവും ഇവിടെ നമുക്കിവിടെ സാന്നിധ്യം പറയുന്നത് സിഗ്ധാരാള വിസാരി കുന്തള ഭരം സിംഹാസനാധ്യാസിനം സ്ഫൂർജൽ പത്ര സുനിക്ത കുണ്ടലം ദേശശ്വാസ പ്രദോദയം നീലക്ഷവസം നവീന ജഗതശ്യാമം പ്രഭാസത്യകം. ഇവിടെ പ്രഭ എന്ന് പറയുന്ന ഭാര്യയോടും സത്യകൻ എന്ന് പറയുന്ന മകനോടും കൂടിയിരിക്കുന്ന ഒരു കുടുംബജീവിതത്തെ നയിക്കുന്ന ഒരു അയ്യപ്പനാണ് നമ്മുടെ ഇവിടുത്തെ ധർമ്മശാസ്താവ് എന്ന് പറയുന്നത്. ഈ ധർമ്മശാസ്താവ് ശബരിമല അയ്യപ്പൻ്റെ ചൈതന്യമായിട്ട് ചേർന്ന് ലയിച്ചതാണ് ഇവിടെ നമുക്ക് ചൈതന്യമായിട്ട് കുടികൊള്ളുക. അതുകൊണ്ട് തന്നെ കുടുംബ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടിയിട്ടും വിവാഹ ജീവിത സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ സന്താന ഭാഗ്യത്തിനും വേണ്ടി ഏറ്റവും കൂടുതൽ അനുഗ്രഹം ചൊരിയുന്ന ധർമ്മശാസ്താവാണ് കട്ടപ്പന കുടികൊള്ളുന്നത്. കൂടാതെ നെയ്യഭിഷേകവും എല്ലാ മലയാള മാസവും 1-ാം തീയതി നവകലശ പൂജയും ശീവേലി എഴുന്നള്ളത്തും ശ്രീഭൂതബലിയും നടന്നു വരുന്നു. മലയാള മാസം ചിങ്ങം 1-ന് നടക്കുന്ന വിശേഷ കളഭാഭിഷേകവും പ്രത്യേക ചടങ്ങാണ്. നിലവിൽ ക്ഷേത്രത്തിൻ്റെ വൈദിക കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് കോട്ടയം കുമരകം ബ്രഹ്മശ്രീ MN ഗോപാലൻ തന്ത്രികളാണ്. ബഹുമാനരായ സന്തോഷ് ചാൾനാട്ട് പ്രസിഡന്റും PD ബിനു സെക്രട്ടറിയായുമുള്ള ഭരണസമിതിയാണ് നിലവിൽ ക്ഷേത്രത്തിൻ്റെ ഭരണം നിയന്ത്രിക്കുന്നത്. നിരവധി വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലാണ് ഭരണസമിതി. നമ്മുടെ ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നത് കുംഭമാസത്തിലെ ഉത്രം നാളിനാണ്. കൊടിയേറ്റോടുകൂടി ആരംഭിച്ച് 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം 8ാമത്തെ ദിവസം ആറാട്ടോടു കൂടിയാണ് നമ്മുടെ ഉത്സവ പരിപാടികൾ നടക്കുന്നത്. ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഉത്സവ പരിപാടി. വിവിധ കൊടിയേറ്റ് മുതലുള്ള ശ്രേഷ്ഠമായ വിവിധ താന്ത്രിക കർമ്മങ്ങളോടുകൂടി നടത്തപ്പെടുന്ന ഉത്സവ പരിപാടിയിൽ ഏറ്റവും ശ്രദ്ധേയമായത് നമ്മുടെ ഉത്സവത്തോട് അനുബന്ധിച്ച് നടക്കുന്ന ഘോഷയാത്രയാണ്. 5 കരകളിൽ നിന്ന് ആരംഭിച്ച് ഇടുക്കിക്കവല ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് അവിടെ നിന്ന് ഒന്നിച്ച് കട്ടപ്പന ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്ന ഘോഷയാത്രയിൽ ഓരോ വർഷവും ജനങ്ങളുടെ പങ്കാളിത്തം അത് 10,000 രീതിയിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഘോഷയാത്രയിൽ ഒരു 10,000 പേർക്ക് മുകളിൽ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഈ ഘോഷയാത്ര കാണുന്നതിന് വേണ്ടി കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ഒക്കെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഏകദേശം ഒരു 50,000 60,000 പേരോളം അന്ന് കട്ടപ്പനയിൽ എത്തിച്ചേരും. അങ്ങനെ ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ആഘോഷ പരിപാടിയാണ് കട്ടപ്പന ക്ഷേത്രത്തിലെ ഉത്സവം. അതോടൊപ്പം നടക്കുന്ന ആറാട്ട് സദ്യ 10,000 പേർക്കോളം നമ്മൾ സദ്യയായി തന്നെ ഭക്ഷണം സദ്യ കൊടുക്കുന്ന ഒരു ചടങ്ങാണ് ആറാട്ട് സദ്യ. അത് ആറാട്ട് ദിവസം നടക്കും. ഭഗവാൻ ശ്രീ ധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹ കൃപാകടാക്ഷം കൊണ്ടും ഭക്തജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ടും മഹാക്ഷേത്രങ്ങളുടെ നിരയിലേക്ക്
കട്ടപ്പന ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രവും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇടുക്കി ജില്ലയിലെ പ്രധാന അയ്യപ്പ ക്ഷേത്രമായ കട്ടപ്പന ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം അനുദിനം വളർച്ചയുടെ പടവുകളിലൂടെ മുന്നേറുന്നു. കാലത്തിൻ്റെ രഥചക്രങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോൾ ക്ഷേത്രത്തിൻ്റെ കാന്തിയും കീർത്തിയും വർദ്ധിച്ച് ഭക്തലക്ഷങ്ങൾക്ക് തത്വമസി പൊരുളായ ധർമ്മശാസ്താവ് അനുഗ്രഹം ചൊരിയുമെന്ന് ഉറപ്പാണ്. സ്വാമിയേ ശരണമയ്യപ്പ. ഇടുക്കി എക്സ്പ്രസ്.